ചെറിയാച്ചോ, ഞാനേ ഇത്തവണ എടുത്ത ലോട്ടറി ടിക്കറ്റിന്റെ തലയിലെടുത്ത് പത്രത്തിൽ വന്നിട്ടുണ്ട്. കയ്യിൽ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി ഉണ്ടായിരുന്നെങ്കിൽ നോക്കാനൊരു മൂടുണ്ടായിരുന്നു. ഒരു ഗ്ലാസ് എനിക്കൂടെ തന്നിട്ട് കുടിക്കടാ, പ്രായത്തെങ്കിലും ബഹുമാനിക്ക്. ഇതെന്റെ കട്ടൻ കാപ്പിയാ. ഓഹോ, ത്രികുടൻ റം. സൂര്യൻ നിലത്തുനിന്ന് പൊങ്ങട്ടടാ, വെറും വയറ്റ് വലിച്ചു കയറ്റാതെ കരള് വാടും. താൻ ഇങ്ങനെ പരത്തി സ്നേഹിക്കാതെ പോയി ഒരു ബക്കറ്റ് വെള്ളം കോരിക്കൊണ്ട് വയ്ക്കും. അതെ, പറയുമ്പോ മറ്റൊന്നും വിചാരിക്കരുത്. എന്റെ ജാതകത്തിൽ 7 ശനിയുടെയും ആഗ്നേയ ഗ്രഹത്തിന്റെയും ദൃഷ്ടി ഉള്ളതുകൊണ്ട് കുറച്ചു നാളത്തേക്ക് തീയുടെയും വെള്ളത്തിന്റെ അടുത്ത് പൊക്കൂടാ. ആ, എന്നാ ഇറങ്ങ വെളിയിലോട്ട്. കട്ടൻ കാപ്പി ഉണ്ടാക്കി ഞാൻ അണ്ണാക്കിൽ ഒഴിച്ചു തരാം. ചെല്ല്. അല്പം പരസ്പര ബഹുമാനം വേണം. സസ്പെൻഷനിലാണെങ്കിലും ഞാൻ PWDയിലെ സൂപ്രണ്ടാണ് കേട്ടോ. ആ, ചെല്ല്. അവൻ ശരിയാകത്തില്ല. ഇതെന്താടാ കാടി വെള്ളം പോലെ ഇരിക്കുന്നത്? പഞ്ചാരയില്ലെങ്കിൽ കട്ടൻ കാപ്പി ഇങ്ങനെ. പഞ്ചാര എന്തിയെ? പഞ്ചാരയില്ല. ഓമനക്കുട്ടനായിരുന്നു നീ ഇങ്ങനെ കൊടുക്കൂടാ? ആ, അതിന് വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. എനിക്ക് ജോലി ഇല്ലാത്തോണ്ടല്ലേ. ഞാൻ മലപ്പുറത്ത് സർവീസ് ഉണ്ടായിരുന്നപ്പോ രണ്ടും കൂടി വന്ന് എന്നെ മുടിപ്പിച്ചില്ലടാ. എന്നിട്ട് എന്റെ ജന്മത്തിൽ പാപഗ്രഹം വന്നപ്പോ നിനക്കൊക്കെ എന്തും ആകാമെന്നോ? ഒരു കാര്യം ഞാൻ പറഞ്ഞിക്കാം, ഞാൻ കട്ടൻ കാപ്പി വെച്ച കട്ടൻ കാപ്പി തന്നെ തരണം. ഇങ്ങനൊക്കെ പറയാം ഞാനാരാ? തന്റെ വേലക്കാരനോ എന്ന് വെച്ചോ. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞൊന്ന് കണ്ണടക്കാന്ന് വെച്ചാ ഈശ്വര, എന്റെ തലയിലെടുത്ത് ഭയങ്കരം തന്നെ. ഗ്ലാസ് ഓമനക്കുട്ടാ, ഇവൻ നിന്റെ ഗ്ലാസ് എടുത്ത് നിലത്തെറിഞ്ഞ് പൊട്ടിച്ചു. മനുഷ്യന് ഒരു പണിയില്ല എന്ന് വെച്ചാൽ ഗ്ലാസ് എടുത്ത് നിലത്തെറിഞ്ഞ് പൊട്ടിച്ച് പണി പഠിക്കാ വേണ്ടത്? ആർക്ക് പണിയില്ലെന്ന്? എനിക്ക് പണിയൊക്കെ ഉണ്ട്. ഓ, അറിയാം, കണ്ട വെമ്പിള്ളേരെ വിളക്കുന്ന പണി. അതെന്റെ കഴിവാ. കാഷായത്തിൽ പൊറിഞ്ഞ് വന്നിട്ട് ഒരു പട്ടിക്കും വേണ്ടല്ലോ. പ്രായത്തെ ബഹുമാനിക്കണം. ഗ്ലാസ് എറിഞ്ഞ് ഉടച്ച എന്തിനാണെന്ന് പറ. പറയൂ. എനിക്ക് ഇനി ഗ്ലാസ് എറിഞ്ഞ് ഉടയ്ക്കാനും വയ്യ, കണ്ടവൻ കുടിച്ച ഗ്ലാസ് കഴുവാനും വയ്യ. ഓമനക്കുട്ടാ, ഇവ അടുക്കള സോപ്പ് പെരുമാറുന്നതിന്റെ മൂപ്പാ. അത് തന്നെയാ. എന്നെ കൊണ്ട് ഇനി അടുക്കള പണി പറ്റിയല്ല. വേണമെങ്കിൽ ഒരു വേലക്കാരൻ ചെറുക്കനെ അന്വേഷിച്ചോണം. ഒരു പങ്ക് ഞാനും തന്നേക്കാം. അത്രേ ഉള്ള പ്രശ്നം. ഒരു മാസത്തിനകം ഏത് വൈകുണ്ഠത്തുനിന്നാണെങ്കിലും ഒരു വേലക്കാരൻ പയ്യനെ ഞാൻ കൊണ്ടുവന്നിരിക്കും. ഒന്ന് തൊള്ള അടക്കി മനുഷ്യനൊന്ന് ഉറങ്ങട്ടെ. തൃപ്തിയായല്ലോ? ഓ, വരുമാനമുള്ള ഏക ഒരുത്തൻ. ഒരുപോലെ കണ്ണടയ്ക്കാനുള്ള യോഗമില്ല. ഉത്രാട നക്ഷത്രക്കാരുടെ വിധി പൊതുവേ ഇങ്ങനാ. റൂം സർവീസ്. എത്ര നേരം ഇത് പിടിച്ചോണ്ട് നിൽക്കണോടാ? ഏതാ സാർ റൂം? 506. സാറിന് എന്താ വേണ്ടത്? അതിന് എത്ര തവണ പറയണോടാ? കൊണ്ടുപോടാ ഒരു ടൊമാറ്റോ സൂപ്പ്. ശരി സാർ. ശ്രീനി, 506 ഗസ്റ്റ് ആരാ? ഒന്നും പറയണ്ട, ഒരു തണ്ണി കേസാ. പകല് മുഴുവൻ കിടന്ന് ഉറങ്ങും, രാത്രി മുഴുവൻ ഉറക്ക വളച്ചിരുന്ന് മനുഷ്യന്റെ സ്വസ്ഥത കിടത്തും. എന്നും വൈകുന്നേരം ആ ശിവന്റെ അമ്പലത്തിൽ പോയി തൊഴുന്നേം കാണാം. ഒരാഴ്ചയായിട്ട് എന്റെ ഉയരെടുത്തോണ്ടിരിക്കുക. സാർ റൂം സർവീസ്. സാർ റൂം സർവീസ്. സാർ സൂപ്പ്. പഞ്ചാര കൊണ്ടുവന്നില്ലേ? സൂപ്പിന്റെ കൂടെ എങ്ങനെയാ സാർ പഞ്ചാര ശരിയാവുന്നു? നീ ആരടാ എന്നെ പഠിപ്പിക്കാൻ? ഞാൻ സൂപ്പിന്റെ കൂടെ പഞ്ചാര ഉപയോഗിക്കും. നീ എന്ത് ചെയ്യും? നീ വെറും ഒരു ഹോട്ടൽ ബെയർ. ആ നിലയ്ക്ക് നിന്നാ മതി, ഉപദേശിക്കൊന്നും വേണ്ട. ഞാൻ വിചാരിച്ച ഈ ഹോട്ടൽ വേണേലും വിലയ്ക്ക് വാങ്ങിക്കാൻ കഴിയും. ഓമനക്കുട്ടോ, ഇതെന്ത് പറ്റി? 506 ഗസ്റ്റ് സൂപ്പ് കുടിച്ച. അയാൾ എത്ര മണിക്ക് അമ്പലത്തിൽ പോകുന്ന താൻ പറഞ്ഞത്? വൈകിട്ട് 7 മണിക്ക്. ശരിക്ക് തൊഴുതോ? അങ്ങനെ പോയാലോ? നീ മുഖത്ത് ചൂപ്പ് ഒഴിക്കല്ലേടാ? നീ വെറും ഒരു ഹോട്ടൽ ബെയറാടാ. അത് ഹോട്ടലിൽ. ഇവിടെ നമ്മൾ രണ്ടുപേരും ഒന്നാ, സിറ്റിസൺസ്. അടിക്കാനും അടി കൊള്ളാനും നമുക്ക് രണ്ടുപേർക്കും ഒരേ അവകാശമാ.
താമരശ്ശേരി കോവിലകത്തെ ജഗന്നാഥവർമ്മയെ നിനക്ക് അറിയില്ല. താമരശ്ശേരി കോവിലകത്തെ ജഗന്നാഥ വർമ്മ ഇനി പോയി സൂപ്പ് കുടിച്ചാട്ടെ. നീ എന്ത് പറഞ്ഞാലും ശരി, തല്ലിയത് ശരിയായില്ല. തല്ലേണ്ട നേരത്തല്ല നീ തല്ലിയത്. പിന്നെ എന്റെ മുഖത്ത് സൂപ്പ് എടുത്ത് ഒഴിച്ചാൽ ഞാൻ എന്ത് ചെയ്യണം? സഹിക്കണം. എല്ലാം സഹിക്കേണ്ട സമയമാണിപ്പോ. ജാതകവശാൽ ജന്മാഷ്ടമത്തിൽ ചൊവ്വയാണ്. ഒന്ന് നിർത്തണോ പിഷാരടി? കുറെ കാലമായാലോ താനിത് പറയുന്നു. ജാതകം തേങ്ങാക്കൊല. തേങ്ങാക്കൊല അല്ലടോ, ഗ്രഹനല. അതിനെ കവച്ചു വെക്കാൻ ആർക്കും സാധ്യമല്ല. മാനഹാനി, ജയിൽവാസം, വ്യവഹാര ചെലവ്, ഇതെല്ലാം നിനക്ക്. എന്റെ അയ്യരെ ഒത്തു കിട്ടി. എന്ത് പണി ചെയ്യാനും അവൻ തയ്യാറാ. അവനൊന്ന് രക്ഷപ്പെട്ടാ മതി. എന്തും കൊടുക്കാൻ ഞാനും തയ്യാറാ. ആ ചെറിയാന്റെയും പിഷാരടിയുടെയും കയ്യിൽ നിന്ന് ഒന്ന് രക്ഷപ്പെട്ടാ മതി. രാവിലെ ഇവിടെ കുത്തിയിരുന്ന് ജാതകം വായിക്കാതെ എന്നെ ഒന്നും സഹായിക്കും. നിങ്ങൾക്കൊക്കെ ദോശ വിട്ട് തീർക്കാനുള്ളതല്ല എന്റെ ജീവിതം. എന്നാര് പറഞ്ഞു? തൽക്കാലം ഞങ്ങൾക്ക് വേണ്ടി ദോശ ഇടുക എന്നുള്ളതാണ് നിന്റെ കർമ്മം, ജാതകയോഗം. ദോശ ഇരുന്ന് അടുക്കളയോട്ടിൽ അവിടെ കിടന്ന് കഴിയട്ടെ. അതാണ് നമ്മുടെ വീട്. നീ നേരെ അടുക്കളയിലോട്ട് എന്നൊരു ചായ ഇട്ടോ. ആ, അവിടെ ഇരിക്കുന്ന ആരെയും മൈൻഡ് ചെയ്യണ്ട. നീ ഏതാടാ? എടാ കൊച്ചനെ, നീ നല്ലോണം ആലോചിച്ചോ? വീട് മാറി കയറിയതാണോ? അല്ല, ഞാൻ ഈ വീട്ടിലേക്ക് തന്നെയാ വന്നത്. എന്നോട് പറഞ്ഞു ആരോടും മിണ്ടാ അടുക്കളയിൽ ചെന്ന് ചായ ഇട്ടോളാൻ. ആര്? മറ്റേ ചേട്ടൻ. മറ്റേ ചേട്ടനോ? അതെ, ഈ ചേട്ടൻ. നിങ്ങൾ എന്റെ ഒരുങ്ങി വന്ന്. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനിയെങ്കിലും ഈ വീട്ടിൽ സമാധാനം വേണം. ഇന്നു മുതൽ അടുക്കള കാര്യമല്ല അവൻ നോക്കിക്കൊള്ളു. ചാപ്പാട് സമയത്ത് രണ്ടുപേരും വാ എന്ന് തുറന്നു കൊടുത്താൽ മതി. അവനോട് അധികം വർത്തമാനമൊന്നും വേണ്ട. നീ എന്ത് വർത്തമാനായി പറയുന്നത്? അത് കൊള്ളാം. അപ്പൊ ഞങ്ങളൊക്കെ വെറും ഓച്ചന്മാരോ? ആ, അത് പിഷാരടി പറഞ്ഞത് നേരാ. നീ ഒരുത്തനെ കൊണ്ട് നിർത്തിയെന്ന് വെച്ച് അവൻ ഞങ്ങളെ റെസ്പെക്ട് ചെയ്യണ്ടേ? അതിനായോ ഒരു പയ്യൻ വീട്ടുവേലക്ക് വന്നാൽ എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തണം. അതെ അതെ, അല്ലെങ്കിൽ നാളെ അയ്യർ എന്തെങ്കിലും ആവശ്യത്തിന് ഇങ്ങോട്ട് കയറി വരുമ്പോ താനേത് കൊച്ചാണാടോ എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും? അതെ, ഞാനിപ്പോ എന്താ വേണ്ടത്? ഞങ്ങളെയൊക്കെ മാന്യമായ രീതിയിൽ ഒന്ന് പരിചയപ്പെടുത്തണം. ഇരി. ആ, അയ്യര് ഇരുന്നോ? ദാ, ഇന്നു മുതൽ നിനക്ക് 3 ചേട്ടന്മാരാണുള്ളത്. 3 അല്ല 4. 3 ചേട്ടന്മാരും ഒരപ്പൂപ്പനും. എല്ലാവരെയും നീ ഒരുപോലെ കാണണം, സ്നേഹിക്കണം, അനുസരിക്കണം. എന്താടാ അതിന്റെ പേര്? രാംകുമാർ ചെങ്ങമനാട്. നീ ചെങ്ങമനാട് മൊത്തം മേടിച്ചോ? അല്ലേലും രാംകുമാർ എന്നൊക്കെ വിളിക്കാൻ വലിയ പാടാ. വല്ല IAS ഓഫീസറെയും വിളിക്കുവാന്ന് വിചാരിച്ചു. നമുക്കിവനെ രാമാന്ന് വിളിക്കാം. വിളിക്കാനൊരു സുഖമുണ്ട്, പുണ്യവും കിട്ടും. രാമ രാമ. അത് മതി. എന്താടാ എന്റെ നക്ഷത്രം? ചിത്തിര. എന്താ? അവനെ പറഞ്ഞു വിട്, പോക്ക് കേസാ. ചിത്തിര നക്ഷത്രം, അക്കുടി നാശം, സ്ഥാനഭ്രംശ, ധനക്ഷയം, അഖില ശരീര അസ്വാസ്ഥ്യ ദുഃഖാന്തിത. താൻ തന്നെ പാട് നോക്ക്, ഒരു കുഴപ്പമില്ല. നീ ഒന്നേ, നീ അവന്റെ ചെവി ശ്രദ്ധിച്ചോ? ആനച്ചെവിയാണ്, അതായത് കൃത്യബോധവിഹീനൻ. നിനക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം, ഗജ ഫ്രോഡ്. അത് ഞാൻ നോക്കിക്കൊള്ളാം. എല്ലാം സാറ് നോക്കിക്കൊണ്ടാ മതി. തൽക്കാലം അവനൊന്ന് പണി ചെയ്ത് തുടങ്ങട്ട്. അങ്ങനെ അങ്ങ് ആക്ഷേപിക്കൊന്നും വേണ്ട, അവൻ നന്നായിക്കോളും. പണ്ട് എനിക്ക് അൾസറ, എനിക്ക് എന്റെ ആരോഗ്യം നോക്കിയേ പറ്റൂ. എന്നാ എനിക്ക് എന്റെ ആരോഗ്യം നോക്കിയേ പറ്റത്തുള്ളൂ. എനിക്ക് ഇനി കണ്ടവനെ ക്ലാസ് ഇടാൻ പറ്റിയല്ല. വേലക്കാരൻ വരുന്നതിന് മുമ്പ് അതിന്റെ കുഴപ്പം, ഇപ്പൊ വന്നപ്പോ അതിലും കുഴപ്പം ഉണ്ടോ? ഓ, അങ്ങനെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പതിവൊന്നും ഇവിടെ ഇല്ലല്ലോ. എന്നാ ഉണ്ണുന്നതിന് മുമ്പ് കുറച്ച് വെള്ളം ബാത്റൂമിൽ വെച്ചേക്കണം, ഉടനെ ആവശ്യം വരും. ഓ, അത്രയ്ക്ക് പോറൊന്നുമല്ല. നീ എന്തിനാ അവന്റെ സൈഡിൽ നിൽക്കുന്നേ? പിന്നെ ഇയാളെ ഉണ്ടാക്കും. നിങ്ങൾ ഇങ്ങനെ കീരിയും പാമ്പും കളിച്ച് ഇനി എന്നെ മണ്ണനാക്കാൻ ശ്രമിക്കണ്ട. എന്ത് പ്രശ്നം വന്നാലും 1 മാസം അവനിവിടെ നിൽക്കും. അതിനാവും വെച്ച് ഞാൻ അവനെ എല്ലാം പഠിപ്പിച്ചെടുത്തോളാം. അല്ല, അവനെ പഠിപ്പിച്ചെടുക്കാൻ അങ്ങ് തീരുമാനിച്ചു. എന്നാൽ അവൻ എവിടെ കിടക്കും? അവനിവിടെ എവിടെയെങ്കിലും കിടക്കും. അവനെന്താ ആനയാണോ? ആനയല്ല, ആന ചെവി. ചിത്തിര നക്ഷത്രമാണ്, സൂക്ഷിച്ചില്ലേ ഇരിക്കുന്നിടം തോണ്ടും. അവൻ പിഷാരടിയുടെ കൂടെ കിടന്നോളും. പറ്റുകയല്ല, 1 വർഷത്തേക്ക് ആരുമായും സഹശയനം പാടില്ല. ഓമനക്കുട്ടന്റെ കൂടെ കിടക്കട്ടെ. എല്ലാം ഓമനക്കുട്ടന്റെ പള്ളിക്ക് വെച്ചോ. വൈകുന്നേരം വരെ പണിയെടുത്ത് രാത്രി സ്വല്പം പാട്ട് കേട്ട് കിടന്നുറങ്ങുന്നതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം. അത് പങ്കിടാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. ചെറിയാച്ച ഒന്ന് സഹകരിക്കുക. അയ്യോ, അത് മാത്രം പറ്റിയല്ല. നിങ്ങൾക്കറിയാമല്ലോ, കാഞ്ഞിരപ്പള്ളി തന്നെ സ്വന്തം അനിയൻ വന്നിട്ട് ഞാൻ എന്റെ കൂടെ കിടത്തിയോ? കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് ഹോട്ടലിൽ മുറി എടുത്ത് കൊടുത്ത് താമസിപ്പിച്ചു. എന്റെ കൂടെ ആരെയും കിടന്നാ എനിക്ക് ഉറക്കം വരികയല്ല. ഇവനെ എവിടെങ്കിലും ഒന്ന് കിടത്തണമല്ലോ. എവിടെങ്കിലും കിടത്തിയാ പോരാ, ഭദ്രമായിട്ട് കിടത്തണം. എന്തൊരു സംസാരം ഇത്! മൈക്കിൽ കൂടി വിളിച്ചു പോകുന്നല്ലോ. ഞങ്ങൾ അയ്യരുടെ ഗതികേടിനെ പറ്റി സംസാരിച്ചിരിക്കുകയായിരുന്നു. സമയത്ത് വാടക കിട്ടുന്നില്ലെന്ന് ഒഴിച്ചാൽ പിന്നെ എനിക്കെന്താ ഗതികേട്? എന്താ ഗതികേടെന്ന്? രാത്രിയിൽ അയ്യര് ഉറങ്ങാൻ കിടക്കുന്നു. പെട്ടെന്ന്
തൊണ്ട വരലെന്ന പോലെ നെഞ്ചിൽ ഒരു വേദന. സംഭവിക്കാൻ വേണ്ടി പറയുന്നതല്ല. അയ്യർ കാലിയാകാൻ പോകുന്നു. ഒരു ഗ്ലാസ് വെള്ളം വേണം. എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു ശരിയല്ലേ ഓമനക്കുട്ടാ? ശരിയാണോന്ന് ചോദിച്ചാ അങ്ങനെ സംഭവിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മൾ 3 പേരും ഉള്ളപ്പോ അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ആ, അതുകൊണ്ടാ ഞാൻ നേരത്തെ പറഞ്ഞേ. ഉടനെ നിങ്ങൾ എന്നെ കടിച്ചിറാൻ വന്നില്ലേ? രാമ, രാമ, നീ പകൽ മുഴുവൻ ഇവിടുത്തെ പണിയൊക്കെ തീർത്തിട്ട് രാത്രി അയ്യരുടെ കൂടെ പോയി കിടന്നോണം. പോത്തുപോലെ കിടന്ന് ഉറങ്ങാനല്ല. നട്ടപ്പാതിരാക്ക് അങ്ങേർക്ക് വല്ല വിമ്മിഷ്ടമോ ശ്വാസം മുട്ടലോ എന്തിനാ വന്നാ ഇങ്ങനെ കൂടെ കൂടെ പറയുന്നത്? പയ്യന് മനസ്സിലാകണ്ടേ അയ്യരെ? വന്നാൽ ഉപകരിക്കാൻ വേണ്ടിയാ. ഷാരടി, നിങ്ങളല്ലേ പറഞ്ഞത് അവൻ ആനച്ചെവിയാണ്, സൂക്ഷിക്കണം. ശുദ്ധ ബ്രാഹ്മണന്മാർക്ക് അതൊന്നും ഏശയില്ല. പിന്നൊരു കാര്യം, അവന്റെ 2 കൈകളും ഒന്ന് സൂക്ഷിച്ചു. അതെന്താ? അവന്റെ കയ്യിലിരിപ്പ് അങ്ങനെ. രാമ, നീ ചെല്ലേ. പോ പോ. വാടാ, വാ. രാവിലെ ഇനി എത്തിയേക്കണേ. അയ്യരെ അവന് പുതയ്ക്കാൻ ഒരു കമ്പിളി കൊടുത്തേക്ക്. അതടച്ച്, എന്താ ഇത്? എന്താടപ്പാ നീ അടച്ച്? എന്താ ഇത്? ഞാൻ തുമ്മിയതാ. ശ്ശോ. നിന്റെ കൈ എവിടെ? ദേ എവിടെ? വേണ്ട. ഇതിനെ പുറകെ കിട്ടുന്നത്? മനുഷ്യൻ സ്വസ്ഥാരമില്ലെന്ന് വെച്ചാൽ അല്ലേ? എനിക്കകത്തൊരു പൂജയുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം. അവിടെ നിന്നാ മതി കേട്ടോ. അവിടെ നിൽക്കാൻ പറഞ്ഞില്ലേ? അവിടെ നിന്നാ മതി. ആ, പാതിരാത്രി മനുഷ്യരെല്ലാം ഉറങ്ങുന്ന സമയത്ത് ഒറ്റയ്ക്ക് മാറിയിരുന്ന് എന്തുവാടാ പ്ലാൻ ചെയ്യുന്നേ? ഒന്നും ഇവിടെ നടക്കുകയല്ല. ഉറക്കമില്ലാത്ത മനുഷ്യനാടാ ഞാൻ. കേറാത്ത കഥകടയ്ക്ക് വിശാലടി, കഥ തുറക്കാൻ. ഷാരടി, അവൻ തുറന്നു കൊടുക്ക്, ഇല്ലെങ്കിൽ എന്റെ കഥ കല്ലിയെ വിളിക്കും. കഥ തുറക്കാനാ പറഞ്ഞത്. ആരുമില്ലേ? അയ്യരകത്ത് കയറിക്കോ, കഥ കടച്ചോ. എന്ത് പണിയായി കാണിച്ചത്? ആരാ ഇത് പൂട്ടിയത്? ഞാനാ. ഓ, ഞാൻ എന്താ വല്ല മോട്ടിച്ചോണ്ട് പോകുന്ന വിചാരിച്ചോ? നീയല്ല, ഇവനാ ചിത്തിര. ആനച്ചെവി. അവന്റെ വെച്ചുള്ള നോട്ടം കണ്ടോ? ആർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ വാതിൽ പൂട്ടും. രാവിലെ തുറന്നോളാം. വലിയ ഉപകാരം. അങ്ങനെയെങ്കിലും എന്തെങ്കിലും പണി ചെയ്യുന്നുണ്ടല്ലോ. അല്ല PWD ഒന്ന് പിരിച്ചു വിട്ടത്. ഒന്നുമില്ല. ഇങ്ങോട്ടാ. ഓ, നിനക്ക് എന്തിന്റെ അസുഖമാടാ? രാവിലെ ഇന്ന് ഗോതമ്പ് ദോശ കുത്തുന്നോ? ചേട്ടൻ എന്തിന്റെ അസുഖം? ചേട്ടനല്ല അസുഖം, അസുഖം നിനക്കാ. നീ ആരുടെ അടുത്താണ് അവിടെ നിന്ന് കൈക്കറി കാണിച്ചോണ്ടിരുന്നത്? ഞാൻ ചുമ്മാ ഇരിക്കായിരുന്നു ഇവിടെ. ചുമ്മാ ഇരിക്കാനാണോ നിനക്ക് ഞാൻ ശമ്പളം തരുന്നത്? നീ ഇവിടുത്തെ ആരാ? എടാ, നീ ഇവിടുത്തെ ആരാന്ന്? എന്താ ഇവിടെ ഒരു ബഹളം? അയ്യരെ, ഇവൻ ഇവിടുത്തെ ആരാ? അവൻ നമുക്കെല്ലാം വേണ്ടപ്പെട്ടൊരു പയ്യൻ. വേണ്ടപ്പെട്ട പയ്യനൊന്നും അല്ല, ഇവിടുത്തെ വേലക്കാരനാ. വേലക്കാരൻ എന്ന് പറഞ്ഞാൽ അകത്തോട്ട് വെച്ചാട്ടെ. ആ. പാലടച്ചേക്ക്. ഓ. ഇങ്ങോട്ട് വന്നേ, നീ ഇങ്ങോട്ട് വന്നടാ. ആഹാ, നീ ഇവിടുത്തെ ആരാ? വേലക്കാരൻ. ആ. ഒരു വേലക്കാരൻ ചെയ്യേണ്ട പണി എല്ലാം ചെയ്തിട്ടാ ഞാൻ അവിടെ പോയിരുന്നത്. നീ എന്തോന്ന് ചെയ്തു? ഞാനോ? മുറ്റടിച്ചു, തുണി കഴുകിയിട്ടു, ചോറും കറിയും വെച്ചു. തീർന്നോ ജോലി? ആ, തീർന്നു. ഇനിയിപ്പോ ഒരു പണി ഇല്ല. തുടങ്ങി. ചേട്ടൻ എന്ത് പണിയായി കാണിച്ചത്? തുപ്പി. മുറ്റത്തുപ്പാൻ മേലായിരുന്നോ? എനിക്കിപ്പോ ഇവിടെ തുപ്പാനാണ് തോന്നിയത്.
എവിടെയാണെങ്കിലും തുപ്പുക എന്നുള്ളത് എന്റെ ജോലി, അത് തുടയ്ക്കുക എന്നുള്ളത് നിന്റെ ജോലി. കാരണം നീ ഇവിടുത്തെ വേലക്കാരനാണ്. തുടക്കടാ, തുടക്കടാ. പോയി കഴിക്കൊണ്ടോടാ. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഷർട്ടിനകത്ത് കയറി നടന്നോളൂ. 10 പേര് കണ്ടാലെങ്കിലും വേലക്കാരനാണെന്ന് തോന്നണ്ടേ. ഈ ഒരു കാര്യത്തില് ഞാൻ റഹ്മാനെ സമ്മതിച്ചിരിക്കുക. ഇത്ര ചുരുങ്ങിയ സമയത്തിനുള്ളില് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ഒരു ട്രാൻസ്ഫർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആഭ്യന്തരമന്ത്രിയുടെ ഡ്രൈവർ നമ്മൾ അലിയച്ചാരാണ് സാർ. ഒരു ട്രാൻസ്ഫറിനെങ്കിലും പ്രയോജനപ്പെട്ടില്ലേ പിന്നെ പണ്ട് പെങ്ങളെ കെട്ടിച്ചോടത്തോണ്ട് എന്താ കാര്യം? അത് ശരിയാ. മണ്ണ് ഇത്ര ഇട്ടാ മതിയോ സാർ? ആ മണ്ണ് കുറച്ചുകൂടെ വേണം. തെക്കേ മൂലയ്ക്ക് കുറച്ച് മണ്ണിന്റെ കുറവുണ്ട്. ഉള്ളത് പറഞ്ഞാൽ ഈ മണ്ണും ചെടികളൊക്കെ നാട്ടുകാർ സംഭാവന എന്നാന്ന് പറയുമ്പോ വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. ചോദിക്കേണ്ടത് ചോദിക്കേണ്ട സമയത്ത് ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാൽ ആരും തരും റഹ്മാൻ. പക്ഷേ ചോദിക്കാൻ പഠിക്കണം. പോലീസുകാരെ ചോദിക്കാൻ ആരെങ്കിലും പഠിപ്പിക്കണോ സാറേ? അവന്റെ ജന്മം തന്നെ ചോദിച്ചു മുടിയാനുള്ളതല്ലേ? ഇൻസ്പെക്ടർ സാറേ, അവിടുന്ന് മനസ്സ് വിചാരിച്ച് എന്തെങ്കിലും ചെയ്തു തന്നേ പറ്റൂ. കൊച്ചെ നീ കാര്യം പറ്റി തുറന്നു പറ. തലയും വാലും ഇല്ലാതെ അദ്ദേഹം എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കണ്ടേ? അതൊക്കെ അദ്ദേഹത്തിന് അറിയാം. ഞാൻ ഒരാഴ്ചയായിട്ട് പുറകെ നടക്കല്ലേ സാറേ. റഹ്മാൻ, സ്വന്തം അനിയനെ വീട്ടുപറമ്പിൽ നിന്ന് പുറത്താക്കണമെന്നാണ് പരാതി. ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വന്നവർ തമ്മിൽ ഇങ്ങനെ കലയിക്കുന്നത് ശരിയാണെന്ന് ചോദിക്കും. ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വന്ന മാതിരി അല്ല സാറേ അവന്റെ കയ്യിലിരിപ്പ്. നിങ്ങളുടെ കയ്യിലിരിപ്പ് ശരിയില്ലെന്നാണ് അയാളുടെ പരാതി. സാർ ഞാൻ പറയുന്ന വിശ്വസിക്കും. എനിക്ക് വേണ്ടി ഇതൊന്ന് ചെയ്തു തന്നേ പറ്റൂ. സാറിന് പുണ്യം കിട്ടും. പുണ്യമല്ലാതെ എന്ത് കിട്ടും? അദ്ദേഹം ചോദിക്കുന്ന കേട്ടില്ലേ? പുണ്യമല്ലാതെ എന്ത് കിട്ടുമെന്ന്. എന്ത് കൊടുക്കും? അയ്യോ, ഞങ്ങള് പാവത്തുങ്ങളാ സാറേ. ആ ഒരു 500 രൂപ കൊണ്ടൊന്നെല്ലാം ശരിയാകാം അയ്യോ എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. പക്ഷെ ഞാനത് പറയില്ല. അത് സാറ് ചോദിക്കും. പിന്നെ നന്നായി ആലോചിച്ച് പറ. സാറിന്റെ മനസ്സ് തുറന്നു പറഞ്ഞാലല്ലേ എനിക്ക് എന്റെ മനസ്സ് തുറക്കാൻ പറ്റൂ. എന്ത് പണി ചെയ്താ നിങ്ങൾ കഴിയുന്നത്? 5-8 പശുക്കളുണ്ട് സാറേ. അതിന്റെ പാല് വിറ്റാ ഞങ്ങൾ കഴിയുന്നത്. പാല് നിങ്ങൾ എടുത്തോ? ചാണകഞ്ഞുണ്ടോ? ചാണകോ? ഈ സമയത്ത് കുറച്ച് ചാണകപ്പൊടിയുടെ കറികളുണ്ടല്ലോ. ഈ ചെടികളുടെ ഗെറ്റപ്പ് വേറെ ആയിരിക്കും. അയ്യോ, ചാണകം എത്ര വേണേലും കൊണ്ടുവരാം. എന്നാ ചെല്ലേ. റഹ്മാൻ സാർ, ചോദിച്ചു വാങ്ങുന്നത് എന്തും കൈക്കൂലിയാണെന്നാണ് അമ്മ പറയാറുള്ളത്. അപ്പൊ ആ നിലയ്ക്ക് ചാണകവും കൈക്കൂലിയാണ്. ഇപ്പോഴാണ് സാർ എനിക്കൊരു കാര്യം ബോധ്യമായത്. ചോദിക്കേണ്ടത് ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കേണ്ട സമയത്ത് ചോദിച്ചാൽ ചാണകവും കിട്ടുമെന്ന്. റഹ്മാൻ സാർ, മനോരമ വേണോ? ആ വേണോ? അതിനെ ഞാൻ ഇത്ര നേരം കാത്തിരുന്നേ. ഒന്ന് താന്നേ. ആ ജോൺസന്റെ നോവൽ വെച്ചിട്ട് ഉടനെ അങ്ങ് തരാലോ. പ്ലീസ് ഒന്ന് താന്നേ. പ്ലീസ് ഒന്ന് താന്നേ. പ്ലീസ്, ഞാൻ വായിച്ചിട്ട് ഉടനെ തരാം. എന്ത് പറ്റി തനിക്ക്? എനിക്കറിഞ്ഞൂടാ. ഇതുവരെ എനിക്ക് ചെറിയാനോട് മിണ്ടാനും പെരുമാറാനും വിഷമമില്ലായിരുന്നു. പക്ഷേ അന്നെന്നോട് ഐ ലവ് യു എന്ന് പറഞ്ഞില്ലേ, അതിൽ പിന്നെ എനിക്കും അങ്ങനെ തന്നെയാ. ഉണ്ണാൻ ചെന്നിരുന്ന പാത്രത്തിൽ മാർഗരറ്റ്, കൈ കഴുകാൻ ചെന്ന വെള്ളത്തിൽ മാർഗരറ്റ്. ചെറിയാനെ, എനിക്ക് ജീവിതത്തിൽ കിട്ടാത്തത് ഒന്ന് മാത്രമേ ഉള്ളൂ, സ്നേഹം. എന്റെ കയ്യിൽ സ്നേഹം ഇഷ്ടം പോലെയുണ്ട്. പക്ഷെ സ്വസ്ഥത അതൊരു തരി പോലുമില്ല. എന്താ ചെറിയാൻ ഇത്ര വിഷമം? ആ, വയസ്സ് ഇത്രയൊക്കെ ആയില്ലേ. ഇനി ഒരു ചെറിയ ബിസിനസ് തുടങ്ങണം. അതിനു മുമ്പ് കുറച്ച് സ്ഥലം വാങ്ങണം. ഒരു ചെറിയ കെട്ടിടവും വയ്ക്കണം. എന്നിട്ട് വേണ്ടേ മാർഗരറ്റിനെ കൂട്ടിക്കൊണ്ടുപോവാൻ. പക്ഷെ അതിനൊക്കെ ഉടനെ കുറച്ച് പണം വേണം. അതിനെപ്പറ്റി ഓർത്ത് വിഷമിക്കണ്ട. ആവശ്യമുള്ള പണം ഞാൻ തരാം. താങ്ക് യു. എന്നാ നമുക്കൊരു സിനിമയ്ക്ക് പോവാം. ചെറിയാന് വേറെ ഒന്നും എന്നോട് പറയാനില്ലേ? ഉണ്ട്. വേഗം ചെന്നില്ലെങ്കിലേ ഷോ ഹൗസ്ഫുൾ ആയി പോവും.